ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സത്യം പറഞ്ഞാൽ ലാറ്റ്വിയയിലൊരു 12:31 PM, അതായത് ഉച്ചയ്ക്ക് 12 വരെയുള്ള ക്ലൈമറ്റ് ആട്ടോ ഈ കാണുന്നത്. ഭയങ്കര തണുപ്പായിരുന്നു എന്ന് ഞങ്ങൾ ലാറ്റ്വിയയിൽ എത്തിയതിന് ശേഷം ഇത്രയും തണുപ്പുള്ളൊരു ദിവസം ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഡെപ്പോയിൽ പോവാണ്. അങ്ങനെ നമ്മൾ നേരെ ഞങ്ങളുടെ ഫോൺ എടുത്തു, ഡെപ്പോ സെർച്ച് ചെയ്തു, ഗൂഗിൾ മാപ്പ് എടുക്കുന്നു, ഡെപ്പോ സെർച്ച് ചെയ്യുന്നു, അവിടുന്ന് നേരെ ഡയറക്ഷൻ കൊടുക്കുന്നു, നേരെ നമുക്കുള്ള ട്രാൻസ്പോർട്ടേഷൻസ് നോക്കാം. ആ റെഡ് കളറിൽ 2 അക്കം കൊടുത്തേക്കുന്നതാണെങ്കിൽ നമുക്ക് അങ്ങോട്ടുള്ള ട്രാമ്പിൻ്റെ ആട്ടോ. അപ്പോൾ അവിടെ നിന്ന് നേരെ നാഷണൽ ബിബ്ലിയോട്ടേക്കിൽ നിന്ന് നേരെ ചെന്നാൽ ഡെപ്പോൻ്റെ അടുത്തുള്ള ചെന്ന് ഇറങ്ങാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 അക്കമാണെങ്കിൽ അത് ട്രെയിൻ ആട്ടോ. പിന്നെ 2 യെല്ലോയിലും ബ്ലൂവിലും കൊടുത്തേക്കുന്നത് ബസ്സാണ്. യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ ബസ്, കണക്ട് ചെയ്ത് പോകേണ്ടി വരും. ബ്ലൂവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് എത്താൻ പറ്റുന്ന ബസ്. അങ്ങനെ നമ്മൾ ബസ്സിൽ പോകാമെന്ന് ഫിക്സ് ചെയ്തു. ഇത് നമ്മുടെ ബസ് കാർഡ് ആട്ടോ. ഇത് നമ്മൾ വന്നിട്ട് ഉടനെ തന്നെ എടുക്കണം. ആരിവിടെ വന്നാലും ഉടനെ തന്നെ എടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 യൂറോയിൽ ലാറ്റ്വിയയിൽ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിഗയിലാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. അപ്പോൾ റിഗ എവിടെ വേണമെങ്കിലും നമുക്ക് ആ 12 യൂറോ കൊടുത്താൽ 1 മന്ത് നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. ബസ്സിലും ട്രാമ്പിൽ മാത്രം, ട്രെയിനിൽ വേറെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ റെഡിയായി പുറത്തിറങ്ങി. ഇത് 6th ഫ്ലോറിലാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8th ഫ്ലോർ കഴിഞ്ഞാൽ മാത്രമേ, 8th ഫ്ലോറിൽ കൂടുതലുള്ളിടത്ത് മാത്രമേ ലിഫ്റ്റ് വെക്കാറുള്ളൂ. ബാക്കി എല്ലായിടത്തും സ്റ്റെയർ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റെയർ എല്ലാ ദിവസവും കയറി ഇറങ്ങി വേണം പോകാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഇവിടെ ലിഫ്റ്റൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇത് നമ്മുടെ ട്രേഡ് മാർക്ക്, നമ്മുടെ നാഷണൽ ബിബ്ലിയോട്ടേക്ക്. അവിടെ നിന്ന് നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് വേണം നമുക്ക് ബസ് കയറാൻ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാതെ അട്ടോ ട്രാമ്പ്. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സിഗ്നൽ മാറാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ സിഗ്നൽ മാറിയിട്ടുണ്ട്. നേരെ നമ്മൾ അവിടെ ചെന്നു. നമ്മൾ നോക്കിയ നമ്പർ 25 അപ്പം 22, 25 നമ്മുടെ ബസ് നമ്പർ. നമ്മൾ നേരെ നോക്കി. അപ്പോൾ നാഷണൽ ബിബ്ലിയോട്ടേക്കിൽ നിന്ന് 25 ബസ് ടൈം കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് 22 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഏതാ ആദ്യം വരുന്നത് നോക്കാം. 22 ആദ്യം കാണിച്ചത്. അപ്പം നമ്മളവിടെ വെയിറ്റ് ചെയ്തു. ഇങ്ങനെ റോഡിൽ കൂടെ ട്രാമ്പൊക്കെ പോകുന്നത് കാണാം. അങ്ങനെ നമ്മുടെ 22 നമ്പർ ബസ് എത്തിയിട്ടുണ്ട്. ഇത് കണക്ഷൻ ബസ്സാട്ടോ. നേരെ നമ്മൾ കയറി ആ ബസ് കാർഡ് നമ്മൾ ടാപ്പ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഔത്തൂസ്തയിലാണ് ചെന്ന് ഇറങ്ങേണ്ടത്. നമ്മുടെ നാഷണൽ ബിബ്ലിയോട്ടേക്കാണ്. ഇപ്പുറത്തെ സൈഡിലെത്തി നമ്മൾ. അവിടെ ഭയങ്കര മഞ്ഞായിരുന്നു. ഇന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ തെർമൽസൊക്കെ ഇട്ടാണ് ഇറങ്ങി. തന്നിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അത് റെയിൽവേ പാളം കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഔത്തൂസ്തേ ചെന്നിറങ്ങി. അപ്പോൾ അടുത്ത കണക്ഷൻ ബസ് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നോക്കുമായിരുന്നു. അത് റെയിൽവേയുടെ എന്തോ ഒരു പരിപാടി കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ നേരെ ഔത്തൂസ്തയിൽ താഴെ അണ്ടർഗ്രൗണ്ട് ടണലിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തപ്പോൾ നമുക്ക് പിന്നെ മനസ്സിലായി അതുവഴിയല്ല, അപ്പുറത്തെ സൈഡിലാണ് ബസ് കയറേണ്ടതെന്ന് പറഞ്ഞു. വായിക്കൂടെ പുകയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അത്രയും നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ബസ് സ്റ്റോപ്പിലെത്തി. ഇവിടുന്ന് നമ്മൾ 15 നമ്പർ ബസ്സിൽ കയറി. 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്പോൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലെത്തും. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇതാട്ടോ നമ്മൾ കയറിയ ബസ്. നമ്മുടെ നാട്ടിലെ ട്രെയിനൊക്കെ കണക്ട് ചെയ്യുന്ന പോലെ ഇത് ഇലക്ട്രിക് പോലെ ആട്ടോ ഓടുന്നത്. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് നേരെ ഡെപ്പോയിലോട്ട് നടക്കുകയായിരുന്നു. ഏകദേശം മരങ്ങളിലെ ഇലകളെല്ലാം കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതായത് വിൻ്ററിൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഫുൾ മഞ്ഞാവും. ഇതാട്ടോ നമ്മൾ ഡെപ്പോ എന്താണ്, കുറേ നേരമായില്ലേ നമ്മൾ ഡെപ്പോ എന്ന് കേൾക്കുന്ന. അവിടെ എന്താണുള്ളത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ബഡ്ജറ്റിൽ, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെ വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. നമുക്ക് പില്ലോ ഒക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഏരിയയിലുണ്ട്. അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്തെന്തോ 25% എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ ഗൂഗിൾ ലെൻസിലൊക്കെ ഇട്ട് നോക്കി. അപ്പം എന്തോ വീക്കെൻഡിൽ എന്തോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ അകത്ത് കയറി. ഇതാട്ടോ ലാറ്റ്വിയയുടെ ഫ്ലാഗാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ അകത്ത് കയറി. കുറേ സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. നമ്മളൊരു കൊട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സെൽഫിയൊക്കെ എടുത്തിട്ട് നമ്മൾ നടക്കുകയാണ്. ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. എനിക്കൊന്ന് ഇലക്ട്രിക്കൽ ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഫുൾ നമ്മൾ നോക്കി. ഇങ്ങനെ എക്സ്റ്റൻഷൻ കേബിളും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. റേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു 5 യൂറോ 6 യൂറോ ഒക്കെ ഉണ്ട്. അതൊട്ട് ബൾബ്, പിന്നെ ടൂൾസ് ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു. സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. അങ്ങനെ കുറേ ടൂൾസ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം മുകളിലോട്ടൊക്കെ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. അതൊട്ട് നമ്മുടെ ഓവനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പാത്രങ്ങൾ. ഇവിടെ എല്ലായിടത്തും തന്നെ ഓവൻ കാണും. അപ്പം നമ്മൾ നമ്മുടെ നാട്ടിലെ ചക്കയാട്ടോ. അത് ഉണക്കി വെച്ചേക്കാം. പഴുത്ത ചക്ക ഉണക്കി വെച്ചേക്കാണ്. പിന്നെ അതുപോലൊരു മാങ്ങ ഡ്രൈ ഫ്രൂട്ട്, അത് ഞാൻ അവിടെ കണ്ടായിരുന്നു. മാങ്ങ ഉണക്കി വെച്ചിട്ടുണ്ട്. അതിനും അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. 7 യൂറോ 5 യൂറോ ഒക്കെ വരുന്നുണ്ട് അതിന്.
പിന്നെ നമ്മൾ നേരെ ബോട്ടിൽസിൻ്റെ ഏരിയയിലോട്ട് പോയി ലിക്കറിൻ്റെ ഏരിയ ജസ്റ്റ് ഒന്ന് നോക്കി അവിടെ ഇവിടെയൊക്കെ നോക്കി നടന്നു. അത് വാങ്ങിയിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് നോക്കി നടന്നു. അങ്ങനെ നമ്മൾ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത്രയൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയണേ. അത് ഫുൾ നോക്കി നമ്മൾ നേരെ. പിന്നെ ഇത് മറ്റേ സ്നാക്സ് ഐറ്റംസ്, എന്താ പറയുക, ഈ ചിക്കൻ അങ്ങനെ കുറേ ടൈപ്പ് സാധനങ്ങൾ, കേർഡ്, അതൊട്ട് ചീസ്, ക്രീം ചീസ്. ഇത് ഫിഷാട്ടോ. ഫിഷ് ഇങ്ങനെ ടിന്നിലാക്കി എന്തോ ഒരു ലിക്വിഡ് പോലെ എനിക്കൊന്ന് പ്രിസർവേറ്റീവ്സ് എന്തോ യൂസ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേടാവാതിരിക്കാൻ. ഇത് ഐസ്ക്രീംസ് ആണ്. നമ്മുടെ നാട്ടിലെ ബ്രാൻഡ്സ് ഒന്നും ഞാൻ കാണുന്നില്ല. ഇവിടുത്തെ പുതിയ കുറേ വെറൈറ്റി ടൈപ്സ് ഓഫ് ബ്രാൻഡ്സ് ഉണ്ട്. ക്രിസ്മസ് ഒക്കെ ആവാനായപ്പോഴത്തേക്ക് കിൻഡർ ജോയിലെല്ലാം ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തീമിൽ വന്നിട്ടുണ്ട്. അവളത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയി ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഫീൽ കിട്ടി കേട്ടോ, ക്രിസ്മസ് ആവാനായല്ലോ എന്ന്. നല്ല സ്മെല്ലായി ക്യാൻഡിലിന്. ഞാൻ സത്യം പറഞ്ഞാൽ ആ വഴിക്ക് പോയപ്പോൾ ആ സ്മെല്ലടിച്ചിട്ട് ഞാൻ നോക്കിയത് ഇത് എവിടെ നിന്നായി സ്മെല്ല് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഒന്ന് വാങ്ങണമെന്ന് വെച്ചു. പിന്നെ എന്തിനാ വെറുതെ പൈസ കളയതെന്ന് വെച്ച് വാങ്ങിയില്ല. പിന്നെ നമ്മൾ പില്ലോൻ്റെ അടുത്തെത്തി. 29 യൂറോയ്ക്കാണ് പില്ലോയ്ക്ക് കാണിക്കുന്നത്. അതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പില്ലോയാണ്. പിന്നെ നമ്മൾ 4 യൂറോൻ്റെ ഒരു പില്ലോ നോക്കി, പക്ഷേ അതിനൊട്ടും കട്ടിയില്ല. അത് കാരണം പിന്നെ നമ്മൾ എടുത്തില്ല. കാരണം അത് എടുക്കുന്നതും എടുക്കാത്തതും ഒരുപോലെയാണ്. നമ്മളൊരു പൂച്ചയിലോ മുയലിനെ കണ്ടു. പിന്നെ അതുപോലെ നമുക്കിവിടെ അക്വേറിയം, അങ്ങനെ എല്ലാം ഏകദേശം എല്ലാം സത്യം കേട്ടോ. ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ വരണേ. എല്ലാ സാധനവും അവിടെ ഉണ്ട്. ഇത് മയോണൈസ്, ഗാർലിക്ക്, അങ്ങനെ കുറേ സോസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതും നമ്മളിങ്ങനെ കുറേ നോക്കി. അപ്പം നമുക്ക് അത്യാവശ്യം വീട്ടിലെല്ലാം ഉണ്ട്, അത് കാരണം അത് വാങ്ങേണ്ടി വന്നില്ല. പിന്നെ ഇതും ഫിഷാട്ടോ. എന്ത് ഫിഷാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഉണക്കമീനൊക്കെ പോലെ ഇവിടെ എന്താ വെച്ചിരിക്കുന്നത്, എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട്. 2/12/2025 വരെ അത് യൂസ് ചെയ്യും. എല്ലാ സാധനങ്ങൾക്കും എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ചിക്കൻ, അത് പറഞ്ഞാൽ സോസേജ് ചിക്കൻ അതിൻ്റെ ഏരിയ കേട്ടോ. പിന്നെ അത് കേക്ക് കണ്ടു. അതുകൊണ്ട് ഇവിടുത്തെ ചിക്കനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ 1 കോഴി 2 കോഴി അങ്ങനെയൊന്നും അല്ല. ഇവിടെ ഗ്രാംസിൽ വൃത്തിയാക്കി അവർ വെച്ചേക്കും. ഇത്ര ഗ്രാമിന് ഇത്ര റേറ്റ്, ബോൺലെസ് വേണേൽ ബോൺലെസ്, അല്ലാണ്ടുള്ളത് അല്ലാണ്ട്. അങ്ങനെ ഇത് അത്യാവശ്യം നല്ല സ്വീറ്റ്സും കാര്യങ്ങളും, മഫിൻസ്. ഞാൻ ഇവിടുന്ന് ഒരു വട്ടം എൻ്റെ ഫ്രണ്ട് വാങ്ങി തന്നെ അത് കഴിച്ചിരുന്നു. ഭയങ്കര ടേസ്റ്റ്. നാട്ടിൽ പോകുമ്പോൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിയിട്ട് വേണം പോവാൻ. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇത് പിന്നെ നമ്മുടെ ഐസ്ക്രീംസ് തന്നെ കേട്ടോ, ചോക്കോബാർ പോലത്തെ. ഇത് അരോമ ഗോൾഡ്, ഞങ്ങളിവിടെ വന്നിട്ട് കുടിക്കുന്ന കോഫി അതാ. പിന്നെ ഇത് ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ ഏരിയ ആയിരുന്നു. അതിൻ്റെ അകത്തിൽ പല വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ട്. ഞങ്ങൾ ഇതുവരെ നേരിട്ട് കാണാത്ത ടൈപ്പ്, കഴിക്കാത്ത ടൈപ്പൊക്കെ കുറേ ചോക്ലേറ്റ്സ് നമ്മളത് കണ്ടു. അതുപോലെ ഒരുപാട് റാക്കുണ്ട് മുകളിലോട്ടൊക്കെ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇതാരടാ ഈ റാക്കിൻ്റെ മുകളിലൊക്കെ സാധനങ്ങളൊക്കെ കയറ്റി വയ്ക്കാതെ. ലാഡറൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ആ ലാഡർ യൂസ് ചെയ്തിട്ടാണ് എല്ലാവരും അതിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവയ്ക്കുന്നത്. പിന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ വന്നു ഗൈസ്. പിന്നെ നമുക്ക് പ്ലേറ്റ് വാങ്ങണം. സത്യം പറഞ്ഞാൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലാകെ ഒരു ക്ഷാമം പ്ലേറ്റിനായിരുന്നു. ബാക്കി കപ്പ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും പ്ലേറ്റ്സ് കുറവായിരുന്നു. പിന്നെ അവിടെ നമ്മൾ നോക്കി 2-4 പ്ലേറ്റ്സൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അതിൽ കൂടെ ഒക്കെ നടന്നു. പിന്നെ ബ്രെഡ്സിൻ്റെ ഏരിയ വന്നപ്പോൾ ഞാൻ സത്യമായിട്ടും വിചാരിച്ചു ഇതെന്തോ കരിപ്പോട്ടിയോ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ എന്തോ ആണെന്ന്. കാരണം അത്രയും കട്ടിയുണ്ട്. പക്ഷെ അതെന്തോ ബ്രെഡ് ഐറ്റംസ് ആണ്. ഇതൊക്കെയോ നട്ട്സിൻ്റെതോ എന്തൊക്കെയൊക്കെയോ യൂസ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നത്. എനിക്കൊന്നും മൈദയും ആട്ടയും ഒന്നും അല്ലാണ്ട് വേറെന്തോ ടൈപ്പ് ഫ്ലോർ യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ട്. അറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈം കാണാം. ഞാൻ ആദ്യം വിചാരിച്ചു കരിപ്പോട്ടിയാണെന്ന്. പിന്നെ വേറൊരു സാധനം കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അതൊക്കെ ഇങ്ങനെ നോക്കി നടന്നു. പിന്നെ സെല്ലോ ടേപ്പ് വേണമായിരുന്നു നമുക്ക്, അത് പിന്നെ എടുത്തു. അങ്ങനെ പല ടൈപ്സ് ടേപ്പും ഉണ്ട്. ഏതൊക്കെ വേണം, ഇൻസുലേഷൻ വേണോ, സെല്ലോ ടേപ്പ് വേണോ, ഏത് വേണേലും ഉണ്ട്. ഇത് പെയിൻറ്റിൻ്റെ ഒക്കെ ഏരിയ കേട്ടോ. നല്ല സ്മെല്ലുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. എനിക്ക് ആ പെയിൻറ്റിൻ്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അവിടെ കൂടെ വീഡിയോ എടുത്ത് തിരിഞ്ഞ് നടന്നപ്പോൾ പാവ ചേട്ടനാണെങ്കിൽ അവിടെ വൃത്തിയാക്കുമായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ നോക്കി ചിരിച്ചിട്ട് കണ്ണടച്ച് അതിൻ്റെ ഷോയാണ് കാണുന്നത്. ഈ ഫ്രിഡ്ജിനൊക്കെ ഭയങ്കര ഹൈറ്റാണ് ഗൈസ്. അതെനിക്ക് ഹൈറ്റില്ലാത്തതുകൊണ്ട് തോന്നിയതാണോ എന്ന് അറിയില്ല. നമ്മൾ പിന്നെ എല്ലാം സത്യം കേട്ടോ. ഞാനിങ്ങനെ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നമുക്ക് റൂം ഫ്രഷ്നർ വാങ്ങണമായിരുന്നു. അങ്ങനെ നമ്മൾ റൂം ഫ്രഷ്നർ നോക്കി കണ്ടുപിടിച്ച് അതും വാങ്ങി. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി ബില്ലടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ബില്ലിങ് ഇവിടെ ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ. ഒരുപാട് ബില്ലിങ് സെഷൻസ് ഉണ്ട്. നമ്മൾ ഒത്തിരി ടൈം വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അവർ ബില്ലടിച്ച് തരുന്നുണ്ട്. അങ്ങനെ ബില്ലടിച്ചു, പേയ്മെൻറ്റൊക്കെ ചെയ്തു. അവിടുത്തെ പാക്കറ്റിലിട്ട് നമ്മൾ നേരെ ഇറങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ഗൈസ്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ വന്ന് വാങ്ങാം. കാരണം അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതായത് ഒരിടത്ത് വന്നിട്ട് A to Z സാധനം വാങ്ങാൻ പറ്റും. പിന്നെ നമ്മൾ അവിടുന്ന് ട്രാമ്പിൽ പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പിൽ വന്ന് നമ്മൾ ഇങ്ങോട്ട് ബസ്സിലാണ് വന്ന് അങ്ങോട്ട് ട്രാമ്പിൽ പോകാമെന്ന് വിചാരിച്ചു.
നമ്മൾ വന്ന് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ട്രാമ്പ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ട്രാമ്പിൽ ഇനി നമുക്ക് റഷ്യൻ മാർക്കറ്റ് വരെ പോകണം. ഇവിടെ റഷ്യൻ മാർക്കറ്റ് ഉണ്ട് എന്ന് കേട്ടിട്ടേ ഉള്ളൂ, നമ്മളിതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെയും കൂടെ ഒന്ന് പോകാമെന്ന്. അങ്ങനെ ഔത്തൂസ്തയിൽ ഇറങ്ങിയാൽ ഔത്തൂസ്തയിൽ തന്നെയാണ്, സെൻട്രലിൽ തന്നെയാണ് റഷ്യൻ മാർക്കറ്റ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിനിൽ ട്രാമ്പ് പിടിച്ചു. എനിക്കിപ്പോഴും മാറി പാളത്തിൽ കൂടെ പോകുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് ട്രെയിനാണിത്. അങ്ങനെ ട്രാമ്പിൽ കയറി. അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ടി വന്നൊരു ട്രാമ്പ് പോലെ, അതിൻ്റെ ആരും ഉണ്ടായിരുന്നില്ല. ആ സ്റ്റോപ്പിൽ നിന്ന് കയറിയ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ റഷ്യൻ മാർക്കറ്റിൽ ചെന്ന് ഇറങ്ങാൻ പോവുകയാണ്. റഷ്യൻ മാർക്കറ്റ് കേട്ടിട്ടുള്ളെങ്കിലും കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈം അതും കാണാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ എഴുതി കാണിക്കും കേട്ടോ നെക്സ്റ്റ് സ്റ്റോപ്പ് ഏതാണ്. ഔത്തൂസ്ത 15:11 ഇപ്പോൾ 15:09 ആയിട്ടുണ്ട്. 2 മിനിറ്റിനുള്ളിൽ നമ്മൾ ഔത്തൂസ്ത എത്തും. ഔത്തൂസ്തയിൽ നിന്ന് അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഇറങ്ങിയാൽ സെൻട്രലിൽ നിന്ന് അണ്ടർഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ ഔത്തൂസ്ത. അവിടെ തന്നെയാണ് റഷ്യൻ മാർക്കറ്റ്. പിന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്, ഒറിഗോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഷോപ്സ് ഉണ്ട്, നമ്മുടെ KFC ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ റഷ്യൻ മാർക്കറ്റിലെത്തി. ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കാണണം. അതും വലിയ ഫ്രൂട്ട്സ്, ഞാൻ ഇത്രയും വലിയ ഫ്രൂട്ട്സൊന്നും കണ്ടിട്ടില്ല. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ അങ്ങനെ ടാപ്പ് ആൻഡ് പേ ഭയങ്കര കുറവാട്ടോ, ക്യാഷ് തന്നെ കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ അകത്ത് കയറി. അകത്ത് മീറ്റും ഒക്കെ പല വെറൈറ്റീസ്, എന്തൊക്കെ ടൈപ്പ് നോൺ വെജ് ഐറ്റംസ് ആണ് നമുക്ക് തന്നെ അറിയുന്നില്ല. 3.40 എന്നൊക്കെ എഴുതി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ആ ഒരു പീസിനാണ് റേറ്റ് എന്ന്. പക്ഷേ അല്ല, 1 കിലോയ്ക്കായിരുന്നു. പിന്നെ ഞങ്ങൾ മല്ലിയിലയും ഉള്ളിയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ സെൻട്രലിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ കൂടി നമ്മൾ നേരെ ഔത്തൂസ്തയിൽ ചെന്നിറങ്ങി. നെക്സ്റ്റ് ബസ് പിടിക്കണം. ഇത് അവിടുത്തെ ഒരു റിവർ ഏരിയ കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോഴത്തേക്കിന് അമ്മ വിളിച്ച് പിന്നെ അമ്മേനോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. പക്ഷെ ഭയങ്കര തണുപ്പ്. എനിക്ക് തോന്നുന്നു 3:30-4 മണി എന്താ ആയതേ ഉള്ളൂ. ഭയങ്കര തണുപ്പാണ്. പിന്നെ നമ്മൾ നേരെ അവിടെ തന്നെ ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ ചെന്ന് കയറി നമുക്ക് കുറച്ച് പറാത്തയൊക്കെ വാങ്ങണമായിരുന്നു. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കുറച്ച് പേരെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ ഈവനിങ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു പാർട്ടി പോലെ എല്ലാവരും കൂടെ കൂടാമെന്നൊക്കെ വെച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പറാത്ത കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ വന്നു. ഇവിടെ എല്ലാം കിട്ടും കേട്ടോ. അരി, ഗോതമ്പൊടിയൊക്കെ നമ്മുടെ ആശീർവാദ് ഗോതമ്പൊടി ആയിരിക്കുന്നത്. അതിന് 5 കിലോയ്ക്ക് 8 യൂറോ, അതായത് നാട്ടിൽ ഏകദേശം ഒരു 800 രൂപ വരും. പക്ഷേ എനിക്ക് തോന്നുന്നത് അത്ര എക്സ്പെൻസീവ് അല്ല, നമുക്ക് വാങ്ങി യൂസ് ചെയ്യാം. കാരണം 5 കിലോയ്ക്കല്ലേ. നാട്ടിൽ നിന്ന് ഇപ്പം വാങ്ങി അയപ്പിക്കാനൊന്നും പറ്റത്തില്ല, അപ്പോൾ അത് റേറ്റ് ആവും. ഇതാട്ടോ ഒറിഗോ ഞാൻ പറഞ്ഞ. അതിൻ്റെ അകത്തിൽ KFC ഉണ്ട്. അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഷോപ്പൊക്കെ ഉള്ളൊരു ഏരിയ. നമ്മൾ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു. ഞങ്ങളങ്ങനെ ഇറങ്ങി നേരെ ബസ് ഇറങ്ങി നമ്മൾ അപ്പാർട്ട്മെൻറ്റിലെത്തി. നാഷണൽ ബിബ്ലിയോട്ടേക്കാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇത് 6th ഫ്ലോർ. നമ്മളിനി കയറണം ഗൈസ്. അതാണ് ഏറ്റവും പാട്. ഇവിടുത്തെ എന്താ പറയുക, ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാട്ടോ, സ്റ്റെപ്പ് കയറണം. പക്ഷെ ആരോഗ്യത്തിന് നല്ലതാണ്. പ്രായമായവരുടെയൊക്കെ കാര്യം ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ, സീ യു.